കലിപ്പൻ്റെ തുമ്പിപ്പെണ്ണ്. രചന അവതരണം മിത്രവിന്ദ. ദേവമ്മ പതിവ് പോലെ അന്നും 5 മണിക്ക് തന്നെ ഉണർന്നു. അടുക്കളയിൽ ആരും എത്തിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒരു മടി പോലെ. അതുകൊണ്ട് അവർ വീണ്ടും തൻ്റെ മുറിയിലേക്ക് മടങ്ങി. കാർത്തുവും കറക്റ്റ് 5 മണിയായപ്പോൾ തന്നെ എണീറ്റു. തല ചരിച്ച് നോക്കിയപ്പോൾ കണ്ടു പുറം തിരിഞ്ഞ് കിടന്നുറങ്ങുന്നവനെ. അവളാണെങ്കിൽ വേഗം എഴുന്നേറ്റു. അവരുടെ ബെഡ്റൂമിലെ കിഴക്കുവശത്തെ ജനാല തുറന്നാൽ തങ്ങളുടെ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളും കുളവും ഒക്കെ കാണാം. അവൾ വെറുതെ അവിടേക്ക് വീണ്ടും കണ്ണു നട്ടു. വീട്ടിലാണെങ്കിൽ വെട്ടവും വെളിച്ചവും ഒക്കെയുണ്ട്. പല വിധത്തിലുള്ള കറികളുടെ ഗന്ധം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു. ഇതെന്താണിവിടെ? വിവാഹ നിശ്ചയം മാറ്റിവെച്ചതാണല്ലോ. കലവറക്കാരെയൊക്കെ വിളിച്ച് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ. ഇനി ഒരുപക്ഷെ എല്ലാം ഉണ്ടാക്കാമെന്ന് അച്ഛനും ചെറിയച്ഛനും കൂടി തീരുമാനിച്ചതാണോ? അവൾ ഓർത്തു. എല്ലാം വെട്ടി മൂടട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ട് പങ്കുവയ്ക്കട്ടെ. അവൾക്ക് എല്ലാവരോടും ദേഷ്യം തോന്നി. പടിഞ്ഞാറുവശത്തെ കുളം കാണുമ്പോൾ അവൾക്ക് വല്ലാത്ത വേദന. ഓർമ്മ വെച്ച നാൾ മുതൽ തൻ്റെ കൂട്ടുകാരിയായിരുന്നു. സന്തോഷം വന്നാലും സങ്കടം വന്നാലും താൻ ആ കുളപ്പടവിലേക്ക്. ദേവമ്മയോട് തൻ്റെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നത് അവിടെ ഇരുന്നാണ്. എന്തൊക്കെ അസുഖങ്ങളുണ്ടെങ്കിലും ശരി, കുളത്തിലെ നീരാട്ട് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖവും കുളിരും അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അവൾ പിന്തിരിഞ്ഞു. നോക്കിയപ്പോൾ കണ്ടു തന്നെ ദഹിപ്പിക്കുന്ന മട്ടിൽ ബെഡിൽ നോക്കിയിരിക്കുന്ന ധരനെ. കാർത്തൂന് പേടിയായി. അവൾ നിന്നെടുത്ത് തന്നെ അനങ്ങാതെ നിന്നു. എന്താടി, കണ്ടു കഴിഞ്ഞോ? അവൻ എഴുന്നേറ്റ് ഉടുത്തിരുന്ന മുണ്ടൊന്ന് മുറുക്കി എടുത്തു. എന്തെങ്കിലും ചോദിച്ചാൽ വായ തുറന്നു പറഞ്ഞോണം. കലി പുരണ്ട് തൻ്റെ നേർക്ക് വരുന്നവനെ നോക്കി അവൾ നെടുവീർപ്പെട്ടു. ഞാൻ നേരത്തെ ഉണർന്നപ്പോൾ വെറുതെ ഇവിടെ വന്ന് നിന്നതാ. എന്തൊക്കെയോ പറഞ്ഞൊപ്പിക്കുകയാണ് കാർത്തു. നിന്നോട് ഞാൻ മലയാളത്തിലല്ലായിരുന്നോ നിനക്ക് അവിടേക്ക് പോകണമെങ്കിൽ പോകാമെന്നും? ഇപ്പോഴും വൈകിട്ടില്ല, ഈ നിമിഷം ഇറങ്ങിക്കോളൂ, നോ പ്രോബ്ലം. അവനത് പറയുമ്പോൾ കാർത്തുവിൻ്റെ മുഖം താണു. ധരൻ വാഷ്റൂമിലേക്ക് കയറിപ്പോയി. തലേദിവസം ദേവമ്മ വാങ്ങിക്കൊണ്ടുവന്ന കവറെടുത്ത് കാർത്തു തുറന്നു നോക്കി. ഒരു ചെറിയ പാക്കറ്റിൽ ബ്രഷും പേസ്റ്റും ഒക്കെയുണ്ട്. അവൾ അതെടുത്ത് പൊട്ടിച്ചു. എന്നിട്ട് ഒരു ജോഡി ഡ്രസ്സും ഒരു ടവലും എടുത്തു കുളിച്ചു മാറാൻ. ആ സമയത്താണ് ധരൻ ഇറങ്ങി വന്നത്. നീ ഇന്ന് ഓഫീസിൽ വരുന്നുണ്ടോ, അതോ ജോലി നിർത്താനാണോ പ്ലാൻ? ഞാൻ വരുന്നുണ്ട്. ഒന്ന് മൂളിയ ശേഷം അവൻ ഡോർ തുറന്ന് വെളിയിലേക്ക് പോയി. കാർത്തു കുളിച്ച് റെഡിയാവാനും. പെട്ടെന്ന് തന്നെ കുളി കഴിഞ്ഞവൾ ഇറങ്ങി വന്നു. താഴേക്ക് ചെന്നപ്പോൾ ദേവമ്മയുടെ അടുത്ത് ധരൻ ഇരിക്കുന്നു. അമ്മ കൊടുത്ത കാപ്പിയും കുടിച്ച്. അവൾ ദേവമ്മയെ നോക്കി ഒന്ന് ചിരിച്ചു. അവർ കൈകാട്ടി വിളിച്ചപ്പോൾ കാർത്തു അരികിലേക്ക് വന്നു. ഇവിടെ ഇരിക്കും മോളെ, ദേവമ്മ പറഞ്ഞെങ്കിലും അവൾ അത് വിസമ്മതിച്ചു. കുളത്തിൽ കുളിച്ച് ശീലമുള്ള ആളാ. ഇന്ന് എങ്ങനെ ഈ കുളിമുറി കയറി കുളിച്ചു കൂട്ടി? അതൊക്കെ ശീലിക്കണ്ടേ, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ ദേവിയേച്ചിയെ. ലക്ഷ്മി ആൻറ്റി അത് പറഞ്ഞപ്പോൾ ധരൻ കടുപ്പിച്ച് ഒന്ന് തന്നെ നോക്കി. മോളെ കാർത്തു. എന്താ ലക്ഷ്മി ആൻറ്റി? നാളെ നല്ല ദിവസമാണ്. നമുക്ക് അമ്പലത്തിൽ പോയി ആ താലികെട്ടങ്ങ് നടത്തായിരുന്നു. അതൊന്നും വേണ്ട ആൻറ്റി, എനിക്ക് ഈ താലി തന്നെ ധാരാളം. പെട്ടെന്ന് കാർത്തു അത് പറഞ്ഞപ്പോൾ ധരൻ പോലും ഒന്ന് ഞെട്ടി. അവൻ ഒന്ന് പാളി അവളെ നോക്കി. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ കാർത്തു അവനെയും. കുട്ടി, മുതിർന്നവർ പറയുന്നത് അനുസരിക്ക്. നമുക്ക് നാളെ അമ്പലത്തിൽ പോയി അവിടെ വെച്ച് താലി ചാർത്താം. ദേവമ്മയും ലക്ഷ്മി ആൻറ്റിയുടെ പക്ഷം ചേർന്നു. ദേവമ്മേ, പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്. അത് പറയുമ്പോൾ പെട്ടെന്ന് അവൾ കരഞ്ഞുപോയി. എല്ലാവരും വല്ലാതെയായി. ആ സമയത്താണ് മേനോനങ്കിൾ കയറി വന്നത്. അച്ഛൻ ഇന്ന് നേരത്തെ വന്നോ നടത്തമൊക്കെ കഴിഞ്ഞ്? ധരൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അയാൾ ഒരു കസേരയിൽ പോയി ഇരിപ്പ് ഉറപ്പിച്ചു. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുഖമൊക്കെ വല്ലാണ്ട്.
ലക്ഷ്മി വേഗം തന്നെ ഭർത്താവിൻ്റെ അടുത്ത് വന്നു. ധരൻ, എന്താച്ചാ നീയും കാർത്തൂവും തമ്മിൽ ലീഗലി വിവാഹം കഴിച്ചതാണോ? ഐ മീൻ, നിങ്ങൾ രജിസ്റ്റർ മാരേജ് നടത്തിയോ? ഇല്ലച്ചാ. ഇപ്പം എന്തു പറ്റി? ഞാനിന്ന് വരുന്ന വഴിക്ക് അച്ചുവിനെ കണ്ടു. ആ കുട്ടിയാണ് എന്നോട് പറഞ്ഞത് അച്ഛനും ചെറിയച്ഛനും ഇന്ന് രജിസ്റ്റർ ഓഫീസിൽ പോയി തിരക്കുന്നു. വിവാഹം നടന്നതല്ലെങ്കിൽ ധരൻ കാർത്തൂവിനെ തട്ടിക്കൊണ്ടുപോയി വീട്ടുതടങ്കിൽ വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞ് ഒരു കേസ് ഫയൽ ചെയ്യുമെന്ന് ഒക്കെ അച്ചുവാണ് എന്നോട് പറഞ്ഞത്. അത് കേട്ടതും എല്ലാവരും ഞെട്ടി. പക്ഷേ ധരൻ്റെ മുഖത്ത് യാതൊരു ഭാവവുമില്ല. ഏതവൻ വേണമെങ്കിലും ഇങ്ങോട്ട് വന്നോട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, അവൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞു. മോനെ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നിയമം അതിൻ്റെ വഴിക്ക് പോകും. അയാൾ കാര്യത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ധരനോടും മറ്റുള്ളവരോടും സംസാരിച്ചു. ഇന്ന് തന്നെ പോയി രണ്ടാളും രജിസ്റ്റർ മാരേജിൽ ഒപ്പിടാൻ മേനോനും ലക്ഷ്മിയും ഒക്കെ ധരനോട് പറഞ്ഞു. എനിക്കെല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. കാർത്തൂൻ്റെ ശബ്ദം അവിടെ മുഴങ്ങി. ദൈവമേ, നിങ്ങളാരും കരുതും പോലെ അല്ല കാര്യങ്ങൾ. ധരൻ ഇഷ്ടത്തോടെയല്ല ഈ താലി എനിക്ക് ചാർത്തി തന്നത്. എൻ്റെ അച്ഛനോട് പകരം വീട്ടാനുള്ള ഒരു ഉപാധിയായിട്ടാണ്. അത് കഴിഞ്ഞു. ധരൻ്റെ ഭാഗം ക്ലിയർ ആവുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം. ഇനി ഇതിൻ്റെ പേരിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവരുത്. കാർത്തുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി. ധരൻ അവളെ ഒന്ന് നോക്കി. ഒരുതരം നിർവികാരതയോടെ നിൽക്കുകയാണ് അവൾ. മോളെ കാർത്തു, നീ ഇത് എന്തൊക്കെയാണ് പറയുന്നേ? സത്യമാണ് പറഞ്ഞത്. ഇനി കൂടുതലൊന്നും ആരും എന്നോട് ചോദിക്കരുത്. ഇന്ന് ജോലിക്ക് പോയ ശേഷം തിരികെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം. നീ എവിടേക്കും പോകുന്നില്ല. എൻ്റെ മകൻ്റെ താലി ഉള്ളിടത്തോളം കാലം അവൻ എവിടെയാണോ ഉള്ളത് അവിടെ ഉണ്ടാവും നീയും. അതിൽ യാതൊരു മാറ്റവുമില്ല മോളെ. ദേവമ്മ തീർപ്പ് കൽപ്പിച്ചു. അതിനോട് തന്നെ യോജിക്കുകയാണ് ലക്ഷ്മിയും. പിന്നീട് കാർത്തു ഒന്നും പറയാനും പോയില്ല. ധരൻ, എന്താച്ചാ ഈ കുട്ടി പറഞ്ഞതൊക്കെ സത്യമാണോ മോനെ? അവൻ്റെ മൗനം കണ്ടപ്പോൾ എല്ലാവർക്കും കാര്യത്തിൻ്റെ ഗതി മനസ്സിലായി. വളരെ ചീപ്പായി മോനെ. എത്രയൊക്കെ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചല്ല വില പേശേണ്ടത്. ഞാൻ വളർത്തിയ ധരൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല. എൻ്റെ മകനെ കൊണ്ട് ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യാനും സാധിക്കില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മേനോൻ സംസാരിച്ചു. മറുപടി ഒന്നും പറയാതെ കൊണ്ട് പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് തൻ്റെ മുറിയിൽ നിന്നും വേഗത്തിൽ കയറിപ്പോയി. ലക്ഷ്മിയും മേനോനും ദേവമ്മയും ഒക്കെ ചേർന്ന് കാർത്തുവിനോട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇനി അവൾ അവിടേക്ക് ചെന്നാലുണ്ടാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിച്ചു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രണ്ടാളുടെയും രജിസ്റ്റർ മാരേജ് നടത്താമെന്ന് മേനോൻ തീരുമാനിച്ചു. ഓഫീസിൽ പോകേണ്ട നേരമായപ്പോൾ കാർത്തു വീണ്ടും മുകളിലേക്ക് ചെന്നു. ധരനപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുവാണ്. അവളെ കണ്ടതും അവൻ ദേഷ്യത്തിൽ പാഞ്ഞു വന്നു. കാർത്തുവിനെ റൂമിലേക്ക് വലിച്ചു കയറ്റിയ ശേഷം ധരൻ ഡോർ ലോക്ക് ചെയ്തു. അവൻ കൈത്തണ്ടയിൽ ശക്തിയിൽ പിടിച്ചതും അവർക്ക് വല്ലാതെ വേദനിച്ചു. ധരൻ, പ്ലീസ്, വിടുന്നുണ്ടോ? എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തിയപ്പോൾ നിനക്ക് സമാധാനമായോടി? അവൻ്റെ കയ്യിലെ പിടുത്തം മുറുക്കിയതും കാർത്തുവിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. എന്നെ ഇഷ്ടമല്ലാത്ത ആളുടെ കൂടെ ജീവിക്കാൻ ഞാൻ ഒരുക്കമല്ല. അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുനീർ കവളിലൂടെ പരന്നൊഴുകി. നീ പറഞ്ഞത് ശരിയാ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. പക്ഷേ നീ എവിടാണ് ജീവിക്കേണ്ടതെന്ന് ഈ ധരനാണ് തീരുമാനിക്കുന്നത്. മനസ്സിലായോടി? അവൻ ശക്തമായി അവളുടെ കൈ കുടഞ്ഞു. തൻ്റെ കൈ വിട്ടുപോയതുപോലെയാണ് അവൾക്കപ്പോൾ തോന്നിയത്. വേദന കൊണ്ട് അവൾ ഉറക്കം നിലവിളിച്ചു. പെട്ടെന്നവൻ അവളുടെ വായ പൊത്തി. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചു. ഒച്ചയിടരുത്. ഇട്ടാൽ നീ 10 മാസം കഴിയുമ്പോൾ ഒരു കൊച്ചിനെയും കൊണ്ട് ഇതിലെ നടക്കും. കാണണോടി?
അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ മുറുകിയതും കാർത്തു നിന്നിടത്ത് നിന്നും ഒന്ന് ഉയർന്നു പൊങ്ങി. 10 മിനിറ്റ്, അതിനുള്ളിൽ റെഡിയായി ഇറങ്ങിക്കോണം ഓഫീസിലേക്ക് പോവാനായി. കാർത്തുവിനെ നോക്കി കലിപ്പിച്ചു പറഞ്ഞുകൊണ്ട് ധരൻ ഡോർ തുറന്നു വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. നിറഞ്ഞൊഴുകിയ മിഴിനീർ തുടച്ചു മാറ്റിയിട്ട് കാർത്തു നിന്നിടത്ത് തന്നെ അനങ്ങാതെ നിൽക്കുകയാണ്. ധരനും ഇവിടെയുള്ളവരും എന്തൊക്കെ പറഞ്ഞാലും ശരി, താൻ ഇന്ന് വൈകുന്നേരം തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് അവൾ ഉറച്ച തീരുമാനമെടുത്തു. ഒരുങ്ങിയിറങ്ങി താഴേക്ക് ചെന്നപ്പോൾ കണ്ടു തനിക്കും ധരനുമുള്ള ടിഫിൻ ബോക്സ് മേശമേലിരിക്കുന്നത്. ലക്ഷ്മിയാണ് അതെടുത്തു വെച്ചിരിക്കുന്നത്. അത് രണ്ടും എടുത്തവൾ ബാഗിലേക്ക് വെച്ചു. മോളെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞങ്ങളെല്ലാവരും ഉണ്ട് മോളുടെ ഒപ്പം. ഒരു കുഴപ്പവും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. അത് പറഞ്ഞപ്പോൾ മേനോനങ്കിളിനെ നോക്കി അവൾ ഒന്ന് പുഞ്ചിരിച്ചു. താൻ കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ധരനോടൊപ്പം ഫ്രണ്ട് സീറ്റിലേക്ക് തന്നെ പിടിച്ചു കയറ്റി ഇരുത്തിയത് ദേവമ്മയാണ്. എൻ്റെ കുട്ടി, എന്തിനാ പിന്നിലിരിക്കുന്നേ? നീയെന്നും ഇവൻ്റെ ഒപ്പമല്ലേ കഴിയേണ്ടത്? അവളുടെ കവിളിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് ദേവമ്മ പറഞ്ഞു. തൻ്റെ വീടിൻ്റെ മുന്നിലൂടെ ധരനോടൊപ്പം പോകുമ്പോൾ അറിയാതെ അവളുടെ മിഴികൾ അവിടേക്ക് നീണ്ടു. ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നുണ്ട്. എല്ലാവരും ആകെ തിരക്കിലാണ്. നിശ്ചയം മാറിപ്പോയ വിവരം ആരും അറിഞ്ഞില്ലേ ആവോ? കാർത്തൂന് ടെൻഷനായി. നിന്റെ അനുജത്തിയുടെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ നിന്നെ ക്ഷണിച്ചില്ലേടി? ധരൻ അവളെ പരിഹസിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യത്തിൽ കാർത്തു ഞെട്ടി. അനുജത്തിയോ? എന്താ, നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ അനുജത്തി അച്ചുവിൻ്റെയും സിദ്ധാർത്ഥവർമ്മയുടെയും വിവാഹ നിശ്ചയമാണിന്ന്. അങ്ങനൊന്നും ധരൻ്റെ മുൻപിൽ തോൽക്കാൻ അവർ ഒരുക്കുമല്ലെന്ന്. അച്ചുവിൻ്റെ വിവാഹ നിശ്ചയം? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നോട് ആരും പറഞ്ഞതുമില്ല. അത് പറയുമ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു. ആരെ കാണിക്കാനാടി നീ കിടന്ന് മൂങ്ങുന്നത്? നിന്റെ വീട്ടുകാരൻ നിന്നോട് ഇത് പറഞ്ഞില്ലെന്ന് കരുതി ബാക്കിയുള്ളവരെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? അവന് ദേഷ്യമായി. അച്ചു, അവൾ ചെറിയ കുട്ടിയല്ലേ, ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാണ്? കാർത്തു തന്നെത്താനെ പിറുപിറുക്കുകയാണ്. ചെറിയ കുട്ടിയാണോ വലിയ കുട്ടിയാണോ എന്നൊക്കെ നിന്റെ വീട്ടുകാർക്കറിയൂ. അതല്ലേ അവരിത്ര വേഗം തന്നെ അതിനെ പിടിച്ച് കെട്ടിക്കുന്നത്. ബെസ്റ്റ് ഫാമിലി. അവൻ അവളെ നോക്കി പുച്ഛിച്ചു. ഞാൻ കാരണമാണ്. ഞാനല്ലേ എല്ലാത്തിനും കാരണം. അതുകൊണ്ടല്ലേ എൻ്റെ പാവം അച്ചു. നിങ്ങളും എന്നോട് പക വീട്ടുകയായിരുന്നു. ഓഫീസിൻ്റെ വാതിൽക്കലെത്തി വണ്ടി നിർത്തിയിട്ടും കാർത്തു ഇറങ്ങാതിരിക്കുകയാണ്. ഡി, നിന്നേനെ എഴുന്നള്ളിക്കാൻ ആരെങ്കിലും താലവുമായിട്ട് വരണോ? എന്തടി? അവന് കലി കയറി. കാർത്തു പതിയെ വണ്ടിയിൽ നിന്നിറങ്ങി ഓഫീസിലേക്ക് പ്രവേശിച്ചു. അവൾ ആരെയും ഒന്ന് നോക്കുപോലും ചെയ്തില്ല. നേരെ തൻ്റെ ചെയറിലേക്ക് പോയിരുന്നു. ധരം വന്നപ്പോൾ കണ്ടു മേശമേൽ മുഖം ചേർത്ത് വെച്ച് കണ്ണീർ പൊഴിക്കുന്ന കാർത്തുവിനെ. വിവാഹ നിശ്ചയത്തിന് പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള കരച്ചിലാണ്. ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് പൊയ്ക്കോടി നീ. ധരൻ്റെ ശബ്ദം കേട്ടതും കാർത്തു മുഖം ഉയർത്തി. അവളെ നോക്കി പരിഹസിച്ച് നിൽക്കുന്ന ധരനെ കണ്ടതും കാർത്തു ചാടി എഴുന്നേറ്റു. അവൻ്റെ അടുത്തേക്ക് അവൾ പാഞ്ഞു. നിങ്ങൾ കാരണമല്ലേ ഇങ്ങനെയെല്ലാം സംഭവിച്ചത്? എൻ്റെ അച്ചു, അവൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടായിരുന്നു ഒരു കുട്ടിയാണെന്നറിയോ അവൾ? പഠിച്ച് നല്ല നിലയിൽ എത്തണമെന്നും സ്വന്തമായി ഒരു ജോലി നേടണമെന്നും അതിനുശേഷം മാത്രം മതി തൻ്റെ കല്യാണമെന്നും എന്നോട് എത്ര വട്ടം അവൾ പറഞ്ഞതാണെന്നോ? ഒക്കെ നിങ്ങൾ ഒരുത്തം കാരണമാണ് തകർന്നു പോയത്. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ പാവം അച്ചു. എൻ്റെ ജീവിതം മതിയായിരുന്നില്ലേ നിങ്ങൾക്ക്? അവളെയും കൂടെ ഇതിലേക്ക് വലിച്ചിഴിച്ചിട്ടില്ലേ നിങ്ങൾ? അവൻ്റെ ഇരു കോളറിലും പിടിച്ചുകൊണ്ട് കാർത്തു പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ആരോ വന്ന് ഡോർ തട്ടിയപ്പോൾ ധരൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. അപ്പോഴാണ് താൻ അതുവരെയും അവൻ്റെ നെഞ്ചിലാണല്ലോ കരഞ്ഞതെന്ന് അവൾ ഓർത്തത്. ശരിയായിരുന്നു, കടന്നു വന്നത് എന്തോ ഡൗട്ട് ക്ലിയർ ചെയ്യാനായി അവന്തികയാണ്.
ഗിരിയാണ് കടന്നു വന്നത്. എന്തോ ഡൗട്ട് ക്ലിയർ ചെയ്യാനേ. കാർത്തു മുഖം കനിച്ചുകൊണ്ട് കസേരയിലിരുന്നു. നിന്റെ അനുജത്തെ എപ്പോഴാണ് വിവാഹം കഴിച്ച് അയക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയോ? അവർക്കിപ്പോൾ അത് ഉചിതമെന്ന് തോന്നിയതുകൊണ്ട് അവർ അവളുടെ എൻഗേജ്മെൻറ്റ് നടത്തി. അതിന് ഞാനെന്ത് വേണം? ഒരുമാതിരി മറ്റേ വർത്താനം പറഞ്ഞുകൊണ്ട് നീ എൻ്റെ അടുത്ത് വന്നാൽ വിവരം അറിയും. അവളെ നോക്കി കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് ധരൻ അവൻ്റെ സീറ്റിൽ പോയിരുന്നു. എനിക്ക് കൂടുതലൊന്നും തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇന്ന് വൈകുന്നേരം ഡ്യൂട്ടി കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. എന്നെ അന്വേഷിച്ച് ആരും അവിടേക്ക് വരരുത്. എന്നെ ആര് തടഞ്ഞാലും ശരി, ഞാൻ പോയിരിക്കും. നിന്നെ ആരടി തടഞ്ഞു വെച്ചത്? ഡ്യൂട്ടി കഴിഞ്ഞാക്കണ്ട, ഇപ്പം തന്നെ നീ പോയിക്കോളൂ. ആരും വിളിക്കാനും വരില്ല, പോരെ? അതിന് മറുപടിയൊന്നും പറയാതെ കൊണ്ട് കാർത്തു തൻ്റെ സിസ്റ്റം ഓൺ ചെയ്തു. കണ്ണുനീർ വന്ന് മൂടിയതുകൊണ്ട് അവൾക്ക് മുന്നിലിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ സ്ക്രീൻ പോലും തെളിഞ്ഞ് കാണാൻ പറ്റുന്നില്ല. ഉച്ചയായപ്പോൾ മേനോനങ്കിളിൻ്റെ കോൾ ധരൻ്റെ ഫോണിലേക്ക് വന്നു. ധരനപ്പം പുറത്തായിരുന്നു. കാർത്തു ഫോണെടുത്ത് കാതിലേക്ക് വെച്ചു. ഹലോ അങ്കിൾ. ആ മോളെ, ധരൻ എവിടെ? ഒന്ന് കൊടുക്കുമോ? ധരൻ പുറത്തെവിടെയോ ആണെങ്കിൽ ഞാൻ നോക്കട്ടെ, അവൾ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു. അർജൻറ്റാണ് മോളെ, പെട്ടെന്ന് തന്നെ എന്നെ ഒന്ന് തിരിച്ചു വിളിക്കാൻ അവനോട് പറ. ഓക്കെ അങ്കിൾ. അവൾ ഫോൺ കട്ട് ചെയ്ത് ശേഷം വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. ഗിരി. എന്താ കാർത്തു? സാറിനൊരു കോളുണ്ട്, ഒന്ന് കൊടുക്കുമോ? അവൾ ഫോൺ അവന് നേർക്ക് നീട്ടി. സാറ് വണ്ടിയെടുത്താണല്ലോ പോയെ. ഓക്കേടോ, കുഴപ്പമില്ല. അവൾ അകത്തേക്ക് കയറിപ്പോയി. അല്പം കഴിഞ്ഞതും വീണ്ടും അങ്കിളിൻ്റെ കോള്. ഹലോ അങ്കിൾ, ധരൻ വണ്ടിയിലാണ് പോയത്, പെട്ടെന്ന് വരുമായിരിക്കും. ഞാൻ വരുമ്പോൾ പറഞ്ഞാൽ മതിയോ? ഓ ഗോഡ്. എന്താ അങ്കിൾ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാർത്തൂന് പേടി തോന്നി. അത് പിന്നെ മോളെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇന്നിവിടെ പോലീസ് എത്തി. മോളെ തട്ടിക്കൊണ്ടു പോയി എന്ന് പറഞ്ഞ് നാരായണനും വാസുദേവനും കൂടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പോലീസ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് നടത്തണം മോളെ, ഇല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. ധരനെ അറസ്റ്റ് ചെയ്യും. മേനോൻ പറഞ്ഞ വാക്കുകൾ കേട്ട് കാർത്തു തരിച്ചിരുന്നു പോയി. ഈശ്വര, ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അച്ഛനും ചെറിയച്ഛനും കൂടി. അവളെ വിറയ്ക്കാൻ തുടങ്ങി. മോളെ, ധരനോട് വന്ന് കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് എന്നെ വിളിക്കാൻ പറയണേ. അയാൾ കോൾ കട്ട് ചെയ്തു. അവിടേക്ക് കയറി വന്ന ധരൻ കണ്ടത് ചിത്തഭ്രമം പ്രാപിച്ചതുപോലെ ഇരിക്കുന്ന കാർത്തുവിനെയാണ്. അവനെ കണ്ടതും കാർത്തു അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ധരൻ, ധരൻ എത്രയും പെട്ടെന്ന് അങ്കിളിനെ ഒന്ന് വിളിക്കുമോ? എന്തു പറ്റി? അവനും എന്തോ ഒരു പേടി പോലെ. അത് പിന്നെ എൻ്റെ അച്ഛൻ കേസ് കൊടുത്തു. അവൻ പെട്ടെന്ന് ഫോണെടുത്ത് മേനോനെ വിളിച്ചു. ആ സമയത്ത് വാതിൽക്കൽ ഒരു പോലീസ് വാഹനം വന്നു നിന്നു. തുടരും.